കഴിഞ്ഞ ദിവസം കല്ലറ വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനെതിരെ ഗുരുതരമായ ഒരു ആരോപണവുമായി ഒരു കുടുംബം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആ സാഹചര്യം അങ്ങനെയല്ലെന്നാണ് ബാങ്ക് അധികാരികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിനെപ്പറ്റി നമുക്കിവിടെ ബാങ്കിലെ അധികാരികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം, എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവം? ഈ സംഭവം നടക്കുന്ന അന്ന് ഏതാണ്ട് ഒരു രാവിലെ 2:45 എന്നെ വിളിച്ച് പറയുന്നു, അവരുടെ കുട്ടിക്ക് എറണാകുളത്ത് ഒരു അപകടം സംഭവിച്ചു, അപ്പം അവരെ സഹായിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ ഞാനും എൻ്റെ മകനും കൂടെ ഇവരുടെ വീട്ടിൽ ചെല്ലുകയും അവരെ എറണാകുളത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ തന്നെ ഒരു വാഹനത്തിൽ അറേഞ്ച് ചെയ്ത്, പകരമായിട്ട് എനിക്ക് ഓടിച്ചു പോകുന്നതിന് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായതിനാൽ ഞാനൊരു ഡ്രൈവറുടെ സഹായത്താൽ ഇവരെ എറണാകുളത്ത് എത്തിക്കുകയും, എറണാകുളത്ത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ രംഗം വളരെ വഷളായി. അവർ പറഞ്ഞു തൻ്റെ മകൻ ആത്മഹത്യ ചെയ്തതല്ല, അവർ പറഞ്ഞ ആത്മഹത്യയാണെന്ന് പറഞ്ഞെങ്കിലും ഇവർ പറയുന്ന എൻ്റെ മകൻ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യത്തില്ല, പകരമായിട്ട് ആരോ ഇവനെ അപകടപ്പെടുത്തിയതാണ്, അങ്ങനെയാണ് എന്നുള്ളത് അവർ അടിയുറച്ച് വിശ്വസിച്ചു. അവിടെ അവർ അങ്ങനെ ആ രീതിയിലുള്ള സംസാരങ്ങൾ ഒച്ചയോട് കൂടിയുള്ള സംസാരങ്ങളായതുകൊണ്ട് അവരവിടെ ഒരു വിസമ്മതം പറഞ്ഞു, ഇവിടെ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായി അവരെ ഒരു റൂമിലേക്ക് മാറ്റാനായിട്ടുള്ളൊരു ശ്രമം അവർ നടത്തി. അതിനുശേഷം ആ റൂമും കിട്ടാനുള്ള ഒരു അസൗകര്യം വന്നുകൊണ്ട് ഞാൻ അവരെയായിട്ട് ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ മൂത്ത മകനെ കൊണ്ട് മൂത്ത മകൻ അവിടെ ചെന്ന് അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം അവനെ ഏൽപ്പിക്കുകയും, അതിനുശേഷം ഞാൻ അവരുടെ ആയിട്ട് കല്ലറയ്ക്ക് പോരുകയും, കല്ലറയിൽ വന്ന് അവരുടെ പയ്യൻ്റെ ഫ്യൂണറലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും, ആ സമയത്തും അതിനുശേഷം ഞാനും ബാങ്കിൻ്റെ പ്രസിഡൻറ്റും കൂടെ അവരുടെ വീട്ടിൽ അന്ന് വൈകിട്ട് ചെന്ന്. പക്ഷേ അന്നേരമൊക്കെ അവർ ഇതൊരു കൊലപാതകമാണെന്നുള്ള ഒരു ധാരണയാണ് അവർ അതിനോട് ഉറച്ചു തന്നെ നിൽക്കുന്നു. ഒരു രീതിയിലും ഈ പയ്യൻ ആത്മഹത്യ ചെയ്യാനായിട്ടൊരു സാധ്യതയില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ എൻ്റെ സഹായത്താൽ തന്നെ ഇവർ എറണാകുളത്ത് സ്റ്റേഷനിൽ പോകാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അന്ന് എനിക്ക് അവരുടെ കൂടെ പോകാനായിട്ടൊരു അസൗകര്യമുണ്ട്. എനിക്ക് ആശുപത്രിയിൽ പോകേണ്ട ഒരു ഇത് വന്നു. പിറ്റേ ദിവസം ആകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് ബാങ്കിലെ തിരക്കുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ തന്നെ ഇവർക്ക് ഒരു വാഹനം അറേഞ്ച് ചെയ്ത് കൊടുത്ത്, ഞാനും പയ്യൻസ് ഉണ്ടായിരുന്ന മോനെ കൊണ്ടൊരു വണ്ടി അറേഞ്ച് ചെയ്തു. ഇവർ പോവുകയും ഇവരും ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള തലയാൽപ്പറമ്പിലുള്ള അങ്ങേരുടെ ഒരു ബന്ധുവായ ഒരു വക്കീലിൻ്റെയും സാന്നിധ്യത്തിൽ ഇവർ അവിടെ ചെന്നതിന് ശേഷം പിന്നെയാണ് ഇവർ പറയപ്പെടുന്നത് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല, ഇത് മരണപ്പെട്ടതല്ല, ആത്മഹത്യയാണ്. അതിന് ബാങ്കിൻ്റെ ഇതായിട്ടുള്ളൊരു ജീവനക്കാരൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുള്ളതായി പറയപ്പെടുന്നത്. പക്ഷേ അതിനു മുമ്പ് വരെ ഇവർ അടിയുറച്ച് നിന്നിരുന്നത് ഇതൊരു കൊലപാതകമാണെന്നാണ്. അപ്പോൾ ഞാൻ ജീവനക്കാരനുമായി ബന്ധപ്പെട്ട ആ ജീവനക്കാരൻ ഈ സമയങ്ങളിലൊന്നും തന്നെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടതായിട്ട് പറയുന്നില്ല. അങ്ങനെ ഒരു കാര്യങ്ങളും അതേപ്പറ്റി ആ ജീവനക്കാരൻ പറയുന്നില്ല. അങ്ങനെ കണ്ടിട്ടില്ല എന്നത് തറപ്പിച്ച് തന്നെ പറയുന്നു. അങ്ങനെ ഒരു കുടിശ്ശികപ്പിരിവിൻ്റെ ആ സമയങ്ങളിൽ അങ്ങനെ പോകാനുള്ളൊരു സമയം ബാങ്കിനില്ല. ബാങ്കിൻ്റെ ജീവനക്കാർക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും കുടിശ്ശികപ്പിരിവിലേക്ക് പ്രവേശിക്കാനായിട്ട് തുടങ്ങുന്ന സമയം ആകുന്നേ ഉള്ളായിരുന്നു. പക്ഷേ അങ്ങനെ ഇത് അടിസ്ഥാനപരമായി തെറ്റാണെന്നുള്ളതാണ് എൻ്റെ പറയാനുള്ളത്. ഈ ബാങ്കിലെ ജീവനക്കാർ അതിനുശേഷം ആ വീട്ടിൽ പോയിരുന്നു, അവരോട് സംസാരിക്കാനോ എന്തിനെങ്കിലും പോയിരുന്നു? ബാങ്കിലെ ജീവനക്കാർ പലരും അവിടെ പോയി. പിന്നെ ബോർഡ് മെമ്പറായ സുജാത എന്ന് പറയുന്ന അവരും പോയി ഇവരോട് സംസാരിച്ചതാണ്. അന്നൊന്നും ഒരു ആത്മഹത്യയെക്കുറിച്ച് പറയുന്നില്ല. ഇതിനൊക്കെ ശേഷമാണ് അവർ പറയുന്നത് ഇത് ബാങ്കിലെ ഒരു ജീവനക്കാരൻ പിന്നെ അവരെ ഭീഷണിപ്പെടുത്തിയതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തൽ ഈ ബാങ്കിലെ ജീവനക്കാരൻ നടത്തിയിട്ടില്ല. അത് തന്നെയുമല്ല, അവരിപ്പോൾ പറയുന്ന ആരോപണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലക്ഷങ്ങൾ കൊടുത്താലേ ബാങ്ക് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അവർ ഒരു ആരോപണം ഉന്നയിച്ച്. പക്ഷേ അതിനകത്ത് യാതൊരു വസ്തുതയില്ല. ഞങ്ങൾ ഡെയിലി കളക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു 100 രൂപ കൊണ്ടൊരു വായ്പക്കാരൻ തന്നാലും അത് അഡ്വാൻസ് എന്നും പറഞ്ഞ് അത് രേഖപ്പെടുത്താറുണ്ട്. നിലവിൽ ഈ പറഞ്ഞ ആൾക്കാരുടെയും 1000 രൂപയും 2000 രൂപയും ഒക്കെ ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് സ്വീകരിച്ചത് രേഖകളിലുണ്ട്. അവരിപ്പം നിലവിൽ ഏതാണ്ട് 10-20,000 രൂപയുടെ ഒരു അഡ്വാൻസ് വന്നിട്ടുണ്ട് ഇവരുടെ ലോണുമായിട്ട് ബന്ധപ്പെട്ട്. അത് കൃത്യമായ രീതിയിൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഇവരെ കസ്റ്റമറെ അല്ലെങ്കിൽ ലോണിൻ്റെ ആൾക്കാരെ വളരെ
നല്ല രീതിയിൽ മാനുഷിക കടപ്പാടെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഇതുകളൊക്കെ വന്നാലും കൃത്യമായൊരു മാനുഷിക കടപ്പാട് കണ്ട് തന്നെ ഞങ്ങളും കൂടി അവർക്ക് ഹെൽപ്പ് ചെയ്ത് അവരെ സഹായിക്കുന്ന രീതിയിലേക്കാണ്. ഇതുവരെയും ഈ ബാങ്കിനെ സംബന്ധിച്ച് ഒരു ഭീഷണിയോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വളരെ സൗമ്യമായ രീതിയിൽ വരുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്ന ജീവനക്കാരാണ് അവിടെയുള്ളത്. അത് യാതൊരുവിധ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന് വരെ ഈ ബാങ്കിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല. ഈ പല സഹകരണ ബാങ്കുകളെ കുറിച്ചൊക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും ഈ ബാങ്കിനെ കുറിച്ച് ഈ ബാങ്ക് എന്നും, അതായത് ഞങ്ങൾ ഈ ബാങ്ക് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് വരുന്ന ഡിപ്പോസിറ്റ്, ആ ഡിപ്പോസിറ്റിന് കൃത്യമായ രീതിയിൽ അവർക്ക് പലിശ കൊടുത്തു. ആ ഡിപ്പോസിറ്റുകാരനെ വളരെയധികം സംരക്ഷിച്ചുമാണ് പോകുന്നത്. ആ ഡിപ്പോസിറ്റുകാരുടെ ഡിപ്പോസിറ്റ് മേടിച്ചാണ് ഞങ്ങൾ ഈ ലോണുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ കൃത്യമായ രീതിയിൽ ബാങ്കുകൾ രണ്ടു കൂട്ടരെയും, ലോണുകാരെയും ഡിപ്പോസിറ്റുകാരെയും ശരിയായ രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരോട് മറ്റു രീതിയിൽ ഒരു കാര്യങ്ങളോ ഇതൊന്നും പറയുന്നില്ല. ഇവർ പറഞ്ഞത് മുഴുവനും ഒരു വാസ്തവ ഉള്ള കാര്യമല്ല. ഇവർക്ക് ഏത് സമയത്തും കയറി ചെല്ലാവുന്ന ഏത് കാര്യത്തിനും കയറി ചെന്നാലും അതിൻ്റെ എല്ലാ സഹായങ്ങളും കിട്ടുന്ന ഒരു ബാങ്കാണിത്. സുതാര്യമാണ്. ഞങ്ങൾ ഒരു ലോണുകാരോടും ഇന്ന് വരെ മോശമായ രീതി പെരുമാറിയിട്ടില്ല. പല ലോണുകാർക്കും ഞങ്ങൾ വളരെയധികം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ലോൺ അടച്ചു തീർക്കുമ്പോഴും എല്ലാം വിട്ടുവീഴ്ചകളും ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് ഈ ബാങ്ക് പോകുന്നത്. ഇന്ന് വരെയും ഞങ്ങളുടെ ഈ ബാങ്കിനെക്കുറിച്ച് പല ബാങ്കിനെക്കുറിച്ച് ആരോപണങ്ങളൊക്കെ പത്രങ്ങളിലുമൊക്കെ വരുമ്പോഴും ഈ ബാങ്കിനെക്കുറിച്ച് ഇന്ന് വരെ ഒരു രീതിയിലുള്ള ആരോപണങ്ങൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതുണ്ട്. അതുണ്ടാകുന്ന പറഞ്ഞാൽ സത്യവിരുദ്ധമായ കാര്യമാണ്. ഈ ജീവനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പം ആ ജീവനക്കാരനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതാണ്. DYFIയുടെ ഒരു ഇപ്പോൾ തന്നെ ഇവരുടെ വീട്ടിൽ മരണമുണ്ടായി അദ്ദേഹം അന്ന് വൈകിട്ട് ഈ ബോഡി വരുന്നതിന് മുമ്പും അവരുടെ വീട്ടിൽ വേണ്ട കാര്യങ്ങൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റിനും അതുപോലെ പന്തലിടുന്ന കാര്യത്തിലുമൊക്കെ അദ്ദേഹം ഇവിടുത്തെ കല്ലറ പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന് 2 മെമ്പർമാരെയും കൂടി കൂട്ടി ആ വീട്ടിൽ ചെന്ന് തലേ ദിവസം വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് ആ ബോഡി വന്നു കഴിഞ്ഞു ആ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാൻ ഇവരാരോപിക്കുന്ന ജീവനക്കാരൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അന്നേരം ഈ ജീവനക്കാരനോട് അവർ പറയുന്നത് ഞങ്ങളുടെ കൊച്ച് ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല, ഞങ്ങളുടെ കൊച്ചിന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കൊച്ചിന് ഇതാ തല്ലിക്കൊന്നത് തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരിപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ജീവനക്കാരനോടും അന്ന് അവർ പറഞ്ഞത്. അപ്പം ഈ ബാങ്കിനെക്കുറിച്ച് ഈ പറയുന്ന ആ ജീവനക്കാരനെക്കുറിച്ച് പറയുന്ന ഇത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇതിപ്പം എന്തോ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇതുപോലെ ആരോപണം ഉന്നയിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോണ് അടയ്ക്കാതെ വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളത് എന്തോ ആരോ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. ഇനിയിപ്പോൾ ഇവരവിടെ ചെന്ന് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അവരവിടെ ചെന്ന് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു അറിവ് അവർക്ക് കിട്ടി കാണുമല്ലോ. അപ്പം ഇവർ ഈ പറയും പോലെ ഈ ജീവനക്കാരനെ കുറിച്ച് ഈ ഡയറിയോലോ അല്ലെങ്കിൽ പോലീസിനോ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജീവനക്കാരൻ്റെ പേര് കേസെടുക്കാൻ പറ്റില്ല പോലീസിന്. പക്ഷേ ഇപ്പം അതാ പറഞ്ഞു ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല, അല്ലെങ്കിൽ ഈ ബാങ്കിനെ വിളിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ല. ഇവരിപ്പം ഇത് ഏതോ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് ലോൺ അടയ്ക്കാതിരിക്കാനുള്ള ഇപ്പോൾ അവർ പലരോടും ഈ ഞങ്ങളുടെ അവിടുത്തെ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അങ്ങനെ ചെയ്തപ്പോഴും പറഞ്ഞു ഇനി ഞങ്ങളിത് അടയ്ക്കാൻ പോകണില്ല, എന്നാ വെച്ചാൽ ഞങ്ങളുടെ ചെറുക്കനെ കൊന്നുകൊണ്ട് ഞങ്ങൾ അടയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ ലോൺ അടയ്ക്കരുത്. പക്ഷേ ഈ ബാങ്ക് ഇതിനു മുമ്പും ഇതുപോലെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. ഈ ബാങ്ക് ഇപ്പോഴും നല്ല രീതിയിൽ സുതാര്യമായിട്ട് തന്നെ ജനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ എന്തോരം ക്ഷേമപ്രവർത്തനങ്ങൾ ഈ ബാങ്കിൽ നടത്തിയിരിക്കുന്നു. കോവിഡ് കാലത്തും ഇതുപോലെ തന്നെ ജനങ്ങളെ ആശ്രയിക്കുന്ന ഏത് രീതിയിലും ഇപ്പം ഒരു സാധാരണ ഒരുത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്യുക ഞങ്ങളുടെ ജീവനക്കാരോടും അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും എല്ലാം കൂടി സഹായിക്കുന്ന സ്ഥിതികളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലരെയും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഈ ബാങ്ക് ഇന്ന് സത്യത്തിൽ ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഭരിക്കുന്ന ഒരു ബാങ്കാണ്. ആ ബാങ്ക് ഇന്ന് ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. സാധാരണക്കാരന് ഏത് സഹായവും എപ്പോഴും ചെയ്യുന്ന രീതിയിൽ ഇതിലാണ് ഞങ്ങൾ ജീവനക്കാരും അവിടുത്തെ ജീവനക്കാരും. ഞങ്ങളുടെ ബാങ്കിനെ ഇതുവരെയും ഒരു പ്രശ്നമില്ലാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. ജീവനക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരു ഇതുമില്ലാതെ പോകുന്ന ഒരു ബാങ്കാണ്. പക്ഷേ ആ ബാങ്കിനെക്കുറിച്ച് ഇതുപോലെ ഒരു ആരോപണം വന്നത് അവരൊക്കെ എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് ഈ സെക്രട്ടറി എന്ന് പറയുന്ന അവരെ ഇവിടെ ഏത് സമയത്തും അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന ആളാണ് സെക്രട്ടറി. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ സെക്രട്ടറിയോട് തന്നെ ആദ്യം പറയാൻ മേലെ. അവർ ഈ വീഡിയോ വരുന്നതിന് തലേദിവസം വരെയും
ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ആത്മഹത്യ ചെയ്യല, ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏത് വഴിക്ക് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നെന്ന് ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയും, ഞങ്ങൾ ഡയറക്ടർ ബോർഡ് 9 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്, പ്രസിഡന്റ് ഉൾപ്പെടെ. ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ പറയുന്നു, ഈ ജീവനക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെയൊരു സംഭവം ഉണ്ടായില്ലെന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറഞ്ഞ പോലെ, അപ്പോൾ ഞാൻ ഈ മരണപ്പെട്ട പയ്യനെ കൂടി കണ്ടെന്നും, അത് ഇവർ പറയുന്നത് മരണപ്പെട്ടതിന് 2 ദിവസം മുമ്പായിട്ട് ഈ പയ്യനെ കൂടി കണ്ട സമയത്ത് വഴിയിൽ വെച്ച് ഇതേപോലെ തന്നെ ഇയാളെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇവർ ആദ്യഘട്ടത്തിൽ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും ഒക്കെ പറഞ്ഞത് അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടായി, ഇവൻ്റെ കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു, മരണപ്പെട്ട പയ്യൻ്റെ കൂട്ടുകാരോടൊപ്പം ഒന്നത്തേക്ക് ഒരു ആൾക്കൂട്ടം ഉണ്ടായി, അതിന് സാക്ഷികളുണ്ട് എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഞാൻ തുടക്കം തൊട്ടേ ഈ വിഷയത്തിൽ പറയുന്നത് ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല. സമീപ മാസങ്ങളിൽ പോലും നമ്മൾ ഈ പയ്യനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു കൂടിക്കാഴ്ച ഉണ്ടെന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഇതിൻ്റെ എല്ലാ സഹായം തേടുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കളമ്പുകാട് SHOയ്ക്കും അതുപോലെ തന്നെ ഡിഫേമേഷന് നമ്മൾ വക്കീൽ മുഖാന്തരം കോടതി മുഖാന്തരം കേസ് കൊടുക്കാനുള്ള നടപടിയിൽ ആദ്യഘട്ടം തന്നെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ മരണം അറിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മളൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ ഇവിടെ സംഘടനാപരമായിട്ടൊക്കെ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ട് എന്നെ വ്യക്തിപരമായിട്ട് നാട്ടിൽ പലർക്കും അറിയാം. അപ്പോൾ ഈ വീട്ടിൽ ചെന്നപ്പോൾ ഈ വീട്ടിലെ അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന രാവിലെ അച്ഛനും അമ്മയുണ്ട്. ഈ 2 പേരോടും കാണുകയും നമ്മൾ ആശ്വസിപ്പിക്കുകയും ചെയ്തപ്പോഴും ഞാൻ ചോദിച്ചപ്പോഴും ഇവർ അടിയുറച്ച് പറഞ്ഞത് ഇങ്ങനൊരു സൂയിസൈഡിലേക്ക് ഞങ്ങളുടെ മകൻ പോകില്ല. പിന്നീട് സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നിൽ കൂടുതൽ ഏകദേശം 3 തവണയോളം ഇവരുടെ വീട്ടിൽ പോയപ്പോഴും ഇവർ പറഞ്ഞത് ഒരിക്കലും അവൻ ആത്മഹത്യയില്ല, അങ്ങനെ ഒരു സാഹചര്യം ആ വീട്ടിലില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇവരുടെ അച്ഛൻ എന്നോട് പറഞ്ഞത് അവിടെ ബംഗാളികളുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുന്നില്ല, അങ്ങനെ പറയാനും പറ്റത്തില്ല. ഇതൊക്കെ നടന്ന കാര്യങ്ങൾ. ഇതിനൊക്കെ നമ്മുടെ കൂട്ടത്തിൽ 2 പഞ്ചായത്ത് 5-ാം വാർഡിലെയും 10-ാം വാർഡിലെയും മെമ്പർമാർ ഈ സമയത്ത് എൻ്റെ കൂട്ടത്തിലുണ്ട്. അവരുടെയും കൂടി കൂടെയാണ് നമ്മളങ്ങോട്ട് ചെന്നത്. അപ്പോൾ അവിടെയും കൂടി വേണമല്ലോ ഒരു പ്രശ്നമാകുമ്പോഴത്തേക്കും. പക്ഷേ അത് സൂയിസൈഡൊക്കെ നടന്ന വീടാകുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് അവരുടെ കൂട്ടി പോയത്. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞത് ബംഗാളികളുമായിട്ട് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ മർഡറാണ് എന്ന രീതിയിൽ ഒരു ശക്തമായിട്ട് ജോലി സ്ഥലത്ത് എറണാകുളത്ത്. അപ്പോൾ അതങ്ങനെയാണ് ആരോപിച്ചത്. പിന്നീട് ഉച്ചയ്ക്ക് ഈ പയ്യൻ്റെ ബോഡി വരുന്ന സമയത്തും നമ്മൾ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ആ സമയത്തും നമ്മൾ ഈ ബോഡി വരുന്ന സമയത്തും ഞാൻ വീട്ടിൽ ആദ്യം ചെല്ലുന്ന സമയത്ത് ഞാൻ മാത്രമല്ല, എത്രയോ ആളുകൾ ആ വീട്ടിലുണ്ട്. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ തന്നെ ആ സമയത്താണ് ഇവർ ഏറ്റവും വൈകാരികമായി പൊട്ടിത്തെറിച്ച് നമ്മളോട് പ്രതികരിക്കേണ്ടത്. ഇവർ പറയുന്ന പോലെ 2 ദിവസം മുമ്പ് അങ്ങനെ കൂടിക്കാഴ്ച ഒരു മനപ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായെങ്കിൽ തന്നെ അവർ പ്രതികരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പിന്നീട് നിരവധി തവണ പ്രസിഡന്റോ സെക്രട്ടറി എന്നപ്പോഴും ഇവർ അടിയുറച്ച് നിന്നത് ഇത് മർഡറാണ് എന്നുള്ള രീതി തന്നെയാണ്. അതിനുശേഷമാണ് ഞാൻ ഉച്ചയ്ക്ക് ഈ പയ്യൻ്റെ ബോഡി വന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോഴും ഇവരുടെ കമ്പനിയിലെ ജീവനക്കാരോടൊക്കെ ഇങ്ങനെ വെറുതെ ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു, HR ആയിട്ട് വന്ന ആളുകളോടൊക്കെ ഞാൻ നേരിട്ട് ചോദിച്ചു. ഞാൻ വേറെ 1-2 ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ അവിടെ വല്ല പ്രശ്നം ഉണ്ടായെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു, അവിടെ ജോലി കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആളാണ്, എന്താണ് കാരണം എന്ന് അവർക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഫെബ്രുവരി 22 ആ ഒരു ഇതിന് ഒരു 10 ദിവസത്തിന് 11 ദിവസത്തിന് ശേഷമാണ് ഇവരിങ്ങനൊരു ആരോപണത്തിലേക്ക് ഇതിൽ മാറ്റുന്നത്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് ഈ ഇല്ലാത്തൊരു കൂടിക്കാഴ്ച ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ഇല്ലാത്തൊരു കൂടിക്കാഴ്ച ഉണ്ട് എന്നുള്ള രീതിയിൽ ബോധപൂർവമായിട്ട് നമ്മളെയും സ്ഥാപനത്തെയും കരിവാരി തേക്കുന്നതിനാണ് ഇവരിങ്ങനൊരു കാര്യത്തിൽ ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു ഇല്ലാത്തൊരു കള്ളം, പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ നടക്കുക എന്നുള്ളതാണെങ്കിൽ നമുക്കതിൽ നിയമത്തിൻ്റെ എല്ലാ സാധ്യതയും സഹായവും തേടി ഞാൻ എന്തായാലും ഈ കേസിൽ ഈ പറഞ്ഞ 2 നിയമ നടപടികളിൽ ശക്തമായി തന്നെ കുടുംബത്തിനെതിരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോടതി മുഖാന്തരം ഡിഫേമേഷൻ്റെ പരാതി ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ SHOയുടെ എല്ലാ സഹായവും തേടി ഈ ഇതിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല, അതിശക്തമായ നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെ ഭാഗമായി സംസാരിച്ചപ്പോഴും ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് കാര്യം ചെയ്യാത്തൊരു കാര്യം ചെയ്തുവെന്ന്, അല്ലെങ്കിൽ അതുമല്ല നമ്മളിപ്പോൾ ഈ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കല്ലറയിൽ വെച്ച് കണ്ടുവെന്ന് ഇവർ പറയുന്നുണ്ട്. എവിടെ വെച്ച് കണ്ടു, ആരെ കണ്ടു, ഇതിന് സാക്ഷികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സാക്ഷികളില്ല, കണ്ട സ്ഥലമില്ല, സമയമില്ല, തീയതിയില്ല. ഇവരാദ്യം പറഞ്ഞത് ഈ പയ്യൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് കണ്ടു എന്ന് പറഞ്ഞു. ഈ 2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്, അത് ബാങ്ക് പ്രവൃത്തി ദിവസം പോലും അല്ല. അപ്പോൾ അങ്ങനെ ഒന്നും ഒക്കാത്ത രീതിയിലാണ് ഇവർ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കല്ലറ പോലുള്ള ടൗണിൽ CCTV ക്യാമറകളുടെ നടുവിലൂടെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഈ CCTV ക്യാമറകൾ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തെളിയിക്കാനും, ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തെളിയിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ്. അപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ സഹായത്തിൽ ഇപ്പോഴും 1 മാസമായിട്ടുള്ളൂ, 3 മാസം വരെ ഫുട്ടേജിന് ലാസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാ CCTV ക്യാമറ. ആ സാധ്യതയിൽ ഇവർക്ക് അതിനെ തെളിയിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ആൾക്കൂട്ടം ഉണ്ടായി, പൊതുമധ്യത്തിൽ അങ്ങനെ ഒരു അവഹേളനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കല്ലറയിൽ 10,000-ഓളം വരുന്ന ജനസംഖ്യയുണ്ട്. അതിൽ ഈ സ്ഥാപനത്തെയും എന്നെയും ഇവിടുത്തെ ഭരണസമിതിയെയും ജീവനക്കാരെ അറിയാവുന്നവരൊക്കെ തന്നെയാണ്, സെക്രട്ടറിയൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ്. ഏതെങ്കിലും ഒരാളെങ്കിലും ഈ ഭരണസമിതിയോടോ അല്ലെങ്കിൽ ഈ നാട്ടിൽ മറ്റൊരാളോടോ ഞങ്ങൾ ഈ വിഷയം കണ്ടതാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞതായിട്ട് പോലും അറിയില്ല. ഈ ഒരു കുടുംബം ചമച്ച ഈ ആരോപണം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവർ പറയുന്നു ഇതിൻ്റെ കൂടെയുള്ള കൂട്ടുകാരാരാന്ന് ഇവരിപ്പം ചോദിച്ചില്ല, ഓർത്തില്ല എന്ന്. അതൊക്കെ തന്നെ പറയുന്നത് ഇത് കള്ളത്തരമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ വീഡിയോ എത്രയോ പേര് ആദ്യം വന്ന വീഡിയോ നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കൂട്ടുകാരും ഇത് കണ്ടിട്ട് തീർച്ചയായിട്ടും ആ വീടിനെ സഹായിക്കാൻ ഇതിനോട് എത്തി അവർക്ക് വേണ്ട നിയമ സഹായം ചെയ്തു കൊടുത്തേനെ. അപ്പോൾ ഇതൊന്നും ഉള്ള കാര്യമില്ല, തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള പച്ചക്കള്ളം വെച്ച്
നമ്മളെ വ്യക്തിപരമായിട്ട് അപമാനിക്കുന്നതാണ്. ഞാനിതിൽ ശക്തമായ നിയമ നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല. കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയൊക്കെ ഉൾക്കൊള്ളുന്നെങ്കിൽ കൂടി ഇതിൽ വ്യക്തിപരമായിട്ട് എനിക്കേറ്റ മാനഹാനി വരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ നിയമ നടപടി ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ ഒരു ഘട്ടത്തിൽ ഞാൻ പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കുടുംബത്തിന് നിയമപരമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും.